ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാത്തരം ഭക്ഷണങ്ങൾക്കും ഉപ്പ് ആവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തരം ഗുണങ്ങൾക്കും എളിമ അത്യാവശ്യമാണ്. സിറിയയിലെ വിശുദ്ധ ഐസക്കിൻ്റെ ഈ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈശോയുടെ മഹത്തായ ശക്തി തങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ മാൾട്ട നഴ്സസ് മിനിസ്ട്രിയിലെ നഴ്സുമാർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വിശ്വാസം എന്ന പുണ്യത്തെ കൂടുതൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മാൾട്ടയിൽ 2 വർഷമായി ജോലി ചെയ്ത് പരിചയമുള്ള നമുക്ക് നമ്മളെ തന്നെ അറിയാമെങ്കിലും ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോർജീന.
ഞാൻ മുട്ടുചിറ ഹോളി ഗോസ്റ്റ് ഫൊറോന ചർച്ച് ഇടവകാംഗമാണ്. എൻ്റെ പേര് നീതു. ഞാൻ പൊൻകുന്നം ഹോളി ഫാമിലി ഫൊറോന ചർച്ചാണ് എൻ്റെ ഇടവക. എൻ്റെ പേര് ജെക്സി. തൃശ്ശൂർ കല്ലൂർ സെൻറ് റാഫേൽ ചർച്ചാണ് എൻ്റെ ഇടവക. നീതു, കൂട്ടായ്മകളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. ചെറുപ്പം മുതലേ ഈശോയിലുള്ള ഈ വിശ്വാസത്തിൽ തന്നെയാണോ നീതു വളർന്നു വന്നത്? ചേച്ചി, ചെറുപ്പത്തിലെ മുതലേ എനിക്ക് വിശ്വാസത്തിൽ വളരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മാൾട്ടയിൽ വന്നതിന് ശേഷമാണ് ഈശോയുടെ കരുതൽ എനിക്ക് കൂടുതലായി അനുഭവപ്പെട്ടിട്ടുള്ളത്. 24 മണിക്കൂറും ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടിയത് ഈ കൂട്ടായ്മയിലൂടെയാണ്. അതിനായിട്ട് എനിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും നിത്യാരാധന ചാപ്പലിൽ പോകുന്നതൊക്കെ എന്നെ വളരെയധികമായിട്ട് എന്നെ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഒരു വചനം എന്നെ കൂടുതലായിട്ട് എന്നെ വിശ്വാസത്തിലേക്ക് ആഴമായിട്ട് എന്നെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജെറമിയ 32:27. ചെറുപ്പം മുതൽക്കേ ഞാൻ വിശ്വാസത്തിൽ വളർന്നു വന്നെങ്കിലും മാൾട്ടയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈശോയുടെ കരുതൽ കൂടുതലായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈശോ എൻ്റെ കൂടെ 24 മണിക്കൂറും കൂടെ നടക്കുന്നുണ്ടെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടിയത് ഈ കൂട്ടായ്മയിലൂടെയാണ്. ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിലൂടെയും നിത്യാരാധന ചാപ്പലിൽ പോയി കുറച്ച് സമയം ഈശോയുടെ കൂടെ ചെലവഴിക്കുന്നതിലൂടെയും എനിക്ക് ഈശോയുടെ കരം കൂടുതലായിട്ട് ബോധ്യപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വചനം എന്നെ കൂടുതലായിട്ട് എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ജെറമിയ 32:27. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള വചനം എന്നെ കൂടുതലായി വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈശോയെ കൂടുതൽ ആശ്രയിക്കാനുള്ള ബോധ്യം എനിക്ക് കിട്ടിയത് ഈ കൂട്ടായ്മയിലൂടെയാണ്. നീതു പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും ഈ മാൾട്ടയിൽ എത്തിച്ചേർന്നതാണ് ഈശോ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കരുതിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കൊറോണ വന്ന സമയത്ത് ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ OET എക്സാം എഴുതിയത്. എക്സാം എഴുതി എനിക്ക് വിചാരിച്ച സ്കോർ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഈശോയോട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മാൾട്ട കോളിംഗ് നൈസസ് എന്ന പരസ്യം ഞാൻ കണ്ടത്. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം, നീ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് എന്തായാലും വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ആശുപത്രിയിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി കൊന്തെത്തിച്ചതിന് ശേഷം ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഡയറക്റ്റ് അച്ഛനെ പോയി കണ്ടു. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്തായാലും സ്റ്റിൽ കണ്ടിന്യൂസ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ വെക്കി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി ഹസ്ബൻഡിനോട് സംസാരിച്ച് ഞങ്ങൾ ഇന്നും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 15:16 പറയുന്നത് പോലെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും ഞാൻ നിങ്ങൾക്ക് നൽകും. ആ വചനം വെച്ച് ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. യേശുവിൻ്റെ വലിയ അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം ചെന്നപ്പോൾ എനിക്ക് അച്ഛൻ സർട്ടിഫിക്കറ്റ് തന്നു. ഞാൻ ഈ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു. അങ്ങനെ പോകാൻ ഏകദേശം സമയമെടുത്തപ്പോഴാണ് എനിക്ക് കൊറോണ അനുഭവപ്പെട്ടത്. കൊറോണ അനുഭവപ്പെട്ടപ്പോൾ ഒരാഴ്ച പോകാനുണ്ടായിരുന്നുള്ളൂ. ഏജൻസിക്കാർ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ മാറുകയാണെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റും, അല്ലെങ്കിൽ പോകാൻ സാധിക്കില്ല. പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ കൊറോണ നെഗറ്റീവായി. എനിക്ക് 2.5 മാസത്തിനുള്ളിൽ ഈ മാൾട്ടയിൽ എത്തിച്ചേരാൻ പറ്റി. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കും ഒരു അനുഭവമുണ്ട്. ചെറുപ്പം മുതലേ വിശ്വാസ ജീവിതത്തിൽ വളർന്നു വന്നതാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നിമിഷമുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഒത്തിരി വിഷമം വന്നു. ഞാൻ ഈശോയോട് ഒത്തിരി പ്രാർത്ഥിച്ചു, എന്തിനാ ഈശോ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പോലും ഞാൻ ഈശോയോട് ചോദിച്ച നിമിഷങ്ങളുണ്ട്. അങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഈശോയോട് പിന്നെ എൻ്റെ പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ മാറി. ഈശോയോട് ഞാൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സമയത്താണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഈ കൂട്ടായ്മയിൽ വരണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ചേച്ചിയുടെ ഒരു നിർബന്ധം കാരണമാണ് ഞാനൊരു പ്രയറിൽ വന്നു. അന്നത് എനിക്ക് കൂടാനൊന്നും പറ്റിയില്ല. ഞാൻ അന്ന് ഇരുന്ന് കരയുമായിരുന്നു. അന്ന് ഞാൻ ഈശോയോട് ഒരു കാര്യം ചോദിച്ചുള്ളൂ, നീ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുള്ളൊരു അവസ്ഥയായിരുന്നു എനിക്ക് വന്നത്. പക്ഷേ അന്നത്തെ പ്രയറെല്ലാം കഴിഞ്ഞു. രാത്രിയിൽ ഞാൻ എൻ്റെ ബെഡിൽ വന്നിരുന്നു, എൻ്റെ ബൈബിള് തുറന്ന് ഞാനിങ്ങനെ വായിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 46:10. ശാന്തനാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, ഭൂമിയിൽ ഞാൻ ഉന്നതനാണ്, ജനതകളുടെ ഇടയിൽ ഞാൻ ഉന്നതനാണ്. കുറച്ചു നേരം ആ ബൈബിള് ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ട് ഞാൻ ബൈബിൾ അടച്ചു വെച്ചു, ഞാൻ കിടന്നു. അപ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ എനിക്ക് കുമ്പസാരിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. പിന്നെ നമുക്കറിയാലോ മാൾട്ടയിൽ കുമ്പസാരിക്കാനൊക്കെ നമുക്ക് നല്ല എളുപ്പമുള്ളൊരു സാഹചര്യമാണ്. അപ്പം ഞാൻ പോയി അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചു. ഇംഗ്ലീഷിലാണ് കുമ്പസാരിച്ചത്. എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ തന്ന പ്രായശ്ചിത്തം നിറവേറ്റി. ഞാൻ പ്രായശ്ചിത്തത്തിന് നിറവേറ്റാൻ വേണ്ടി ഈശോയുടെ മുമ്പിൽ പോയിരുന്നപ്പം
ഞാൻ ഒത്തിരി കരഞ്ഞു. അന്ന് എനിക്കൊരു കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ്. ഈശോ എന്നെ ഒരു സഹനത്തിലൂടെ കടന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈശോ എനിക്ക് അതിനുള്ളൊരു മറുപടി എനിക്ക് തരും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. നല്ല പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ജോർജീന, എനിക്കും ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരെണ്ണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ഒരു ഉറ്റമ സുഹൃത്താണ് വിളിച്ചത്. അവൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, നീ വരണമെന്ന്. അങ്ങനെ ഞാനൊരു ദിവസം കൂട്ടായ്മയിലെ ലീഡേഴ്സ് വന്നപ്പം ഒരു ദിവസം മീറ്റിങ്ങിന് പോയായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ സുഹൃത്ത് ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്കും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ ഞാനും അന്ന് കമ്മിറ്റ്മെൻറ്റ് ഗ്രൂപ്പുകാരെ എടുത്തപ്പം ഒന്നും അറിയില്ലെങ്കിലും ചുമ്മാ ഞാനും കൈപ്പൊക്കി ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ. അങ്ങനെ ലീഡേഴ്സ് പറഞ്ഞ വചനങ്ങളും അന്നാണ് കൂടുതൽ ബൈബിൾ വായിക്കാനുള്ളൊരാഗ്രഹം എനിക്ക് തോന്നിയത്. അന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ബൈബിളും കൊണ്ട് നടക്കാനുള്ളൊരു പ്രേരണ തോന്നി. അപ്പോൾ ഞാനതിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ പറയുക, നിനക്കതെടുക്കാനുള്ള എന്ത് അർഹതയാണുള്ളത്? അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് അതിനുള്ള അർഹതയില്ലേ? അങ്ങനെ ഞാൻ ഈശോയോട് അന്ന് ആദ്യമായിട്ട്, ഈശോയെ ഈ വചനം എടുക്കാൻ എനിക്ക് അർഹതയുണ്ടെങ്കിൽ എനിക്ക് നീ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഞാൻ വചനം തുറന്നപ്പം 2 മക്കാബയർ 15:16, ഈ വിശുദ്ധ ഖണ്ഡം നീ സ്വീകരിക്കുക, ഇത് ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണ്, ഇതുകൊണ്ട് നീ എതിരാളികൾ നിഗ്രഹിക്കും. ആ വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ അന്നു മുതൽ ബൈബിള് എടുത്ത് നടക്കാമെന്ന് തീരുമാനിച്ചു. ഈ ബൈബിളും കൊണ്ട് ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്. ഒരു ദിവസം ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് കുട നിവർത്താൻ ഒരു നിർവാഹവും ഇല്ല. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ബൈബിൾ എടുത്തു വയ്ക്കാനും പറ്റത്തില്ല, കുട നിവർത്താനും പറ്റത്തില്ല, നീ എനിക്കൊരു വഴി കാണിച്ചു തരണം. അത്ഭുതമെന്ന് പറയട്ടെ, അന്നത്തെ ദിവസം എനിക്കൊരു അലർജിയും ഉണ്ടായില്ല. വേറൊരു സത്യമെന്ന് പറയണത്, ഈ നിമിഷം വരെ എനിക്ക് ആ അലർജി ഉണ്ടായിട്ടേ ഇല്ല. ജെക്സി, എനിക്ക് കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിസിയോ ഒക്കെ വരുമ്പോഴത്തേക്കിനും പ്രാർത്ഥന മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള സമയം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഈശോ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെയും വളരെ ശാന്തതയോടുകൂടിയും സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജെക്സി പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഒരു അനുഭവം പറയാനുണ്ട്. അതായത് ഞാൻ ഈ മാൾട്ടയിൽ വരുന്നത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. നഴ്സിംഗ് ബ്രിഡ്ജിങ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ ഇൻ്റർവ്യൂ പാസ്സാകാൻ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നഴ്സിംഗ് കൗൺസിൽ ഇൻ്റർവ്യൂ പാസ്സാകാനും മാൾട്ടയിൽ 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതെ, അതുപോലെ തന്നെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനും കൂട്ടായ്മയിൽ നടക്കുന്ന കൊന്തയിലും മറ്റ് പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ ജോർജീന, ഈ കൂട്ടായ്മയിൽ വന്ന് ഒത്തിരി ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ശുശ്രൂഷ മേഖലയിൽ ജോർജീനയ്ക്ക് ഉണ്ടായ മാറ്റങ്ങളൊന്ന് പറയാമോ? ജെക്സി, ശുശ്രൂഷ മേഖലയിൽ നേരത്തെയൊക്കെ നമ്മുടെ പേഷ്യൻസൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ മടുത്തിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ദേഷ്യം വരും. പിന്നെ അവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയത് കാരണം നമ്മളത് ചെയ്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ഇപ്പം ദേഷ്യം വന്നാലും പെട്ടെന്ന് തന്നെ ഈശോയെ അത് അവർക്ക് വേണ്ടിയല്ലല്ലോ, ഞാൻ നിനക്കാണല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം വരും. അത് കാരണം എനിക്ക് സ്നേഹത്തോടെ പേഷ്യൻസിനെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്ന പേഷ്യൻസിന് വേണ്ടിയല്ല, പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ ശാരീരികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ദൈവത്തിന് മഹത്വം. എനിക്കിതുപോലെ തന്നെ ശുശ്രൂഷ ജീവിതത്തിൽ രോഗികളോട് കൂടുതൽ സൗമ്യമായിട്ട് പെരുമാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്കിതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം രോഗികളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനും അവരുടെ മേൽ കരുണയായിരിക്കണമെന്ന് പറയുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് മറ്റുള്ളവരെ ദിവ്യബലിയിലേക്ക് കൊണ്ടുവരുവാനും അവരെ കുമ്പസാരത്തിലേക്ക് അടുപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം. കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് രോഗികളോട് ഞാൻ ഇതൊരു ജോലി പോലെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്.
പക്ഷേ ഇതിന് കൂട്ടായ്മ വന്നതിന് ശേഷം എനിക്ക് രോഗികളോട് ആത്മാർത്ഥമായി പെരുമാറുവാനും അവരോട് ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നീതു, പ്രാർത്ഥനയുടെ ശക്തി, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണല്ലോ, അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി കൂടുതൽ നീതുവിൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട നിമിഷങ്ങൾ എന്തൊക്കെയാണ്? പ്രാർത്ഥനയുടെ ശക്തി ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂട്ടായ്മയിൽ നടക്കുന്ന കൊന്തയും പിന്നെ മറ്റു പ്രാർത്ഥനകളും എന്നെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇതിൽ എന്നെ ശക്തിപ്പെടുത്തിയൊരു വചനം എനിക്ക് പറയാനുള്ളത് സങ്കീർത്തനങ്ങൾ 37:4. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അപ്പോൾ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുമ്പോഴും ദൈവത്തിന് വേണ്ടി ഓടി നടക്കുമ്പോഴും ദൈവം നമ്മുടെ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തു തരുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ഈ കൂട്ടായ്മയിലൂടെ. എനിക്കൊരു അനുഭവം പറയാനുള്ളത്, എൻ്റെ അങ്കിളിന് ഒരു സ്ട്രോക്ക് വന്നു. അപ്പോൾ പ്രയർ റിക്വസ്റ്റ് ഇടാൻ ഞാൻ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലോട്ട് വിളിച്ചു പറഞ്ഞു. പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം അങ്കിളിന് അതൊരു കോംപ്ലിക്കേഷനായിട്ട് വന്നു. അങ്കിളിന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായില്ല, ഒരു വശം തളർന്നു പോയി. അത് കഴിഞ്ഞ് ഈ കൂട്ടായ്മയിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അങ്കിളിന് പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിക്കുവാനും ഒരു നോർമൽ പേഴ്സൺ നടക്കുന്നത് പോലെ സംസാരിക്കാനും നടക്കുവാനൊക്കെ ആയിട്ട് അങ്കിളിന് സാധിച്ചിട്ടുണ്ട്. അതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. രാവിലെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ പേഷ്യൻസ് ഒത്തിരി നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും മരുന്ന് കൊടുക്കുമ്പോഴും അവരത് നിരസിക്കാറുണ്ട്, കഴിക്കാറുമില്ല. പെട്ടെന്ന് ദേഷ്യം വരും, അവർ ദേഷ്യപ്പെടും, തട്ടിമാറ്റും. അപ്പം നമുക്കും ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരും. അപ്പം ഞാൻ ഈ കൂട്ടായ്മയിൽ ചേർന്നതിന് ശേഷം ഞാനിപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം തന്നെ ആരും കാണാതെ കൈമയും കാലുമയും കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കും. എന്നിട്ടാണ് ഇപ്പം ഞാൻ അവർക്ക് ഭക്ഷണമായാലും മരുന്നായാലും കൊടുക്കുകയുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ശാന്തരാണിപ്പോൾ. അതുപോലെ തന്നെ ആഴ്ചയിലൊരു ദിവസം നമ്മൾ പള്ളിയിൽ പ്രയർ വയ്ക്കാറുണ്ട്. കുറച്ച് പേരെങ്കിലും പങ്കെടുക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ കൊന്ത ചൊല്ലും. പ്രാർത്ഥിക്കാൻ അറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എന്തൊന്നും. പക്ഷേ ഞങ്ങൾ ആദ്യം ഒരു കൊന്ത ചൊല്ലും, അത് ഞങ്ങൾ കൈ കോർത്തി പിടിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു 2 സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവർ പറഞ്ഞു അവർക്ക് OET പരീക്ഷയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളന്ന് കൊന്ത ചൊല്ലി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൈ കോർത്ത് പിടിച്ച് ജസ്റ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു എക്സാമിന് ഞങ്ങൾ പാസ്സായി. അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ തിരുമിച്ച് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാലും നമ്മൾക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അവർക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ബോധ്യവും ഇതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലെ ലീവിന് പോയ സമയത്ത് ഒരു വൈകിട്ട് എൻ്റെ മമ്മി ഇങ്ങനെ പറഞ്ഞു, മമ്മിക്ക് ഗ്യാസിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മമ്മി ഹോസ്പിറ്റലിൽ പോകാം, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മമ്മിക്ക് അറ്റാക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു വേഗം തന്നെ വേറൊരു വലിയ ഹോസ്പിറ്റലിലോട്ട് മമ്മീനെ മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മമ്മീനെ വേറെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. അപ്പം നമ്മളിത് ദിവസം പലത് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു അനുഭവം വരുമ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മമ്മിക്ക് വയ്യ, അപ്പം പ്രയർ റിക്വസ്റ്റ് ഇടണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ മമ്മിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അത് കഴിഞ്ഞ് മമ്മിക്ക് ഒരു ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞു സർജറി ചെയ്തു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഞാൻ 1 മാസം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് പോരുന്നതിന് മുമ്പ് തന്നെ മമ്മിയുടെ എല്ലാം ഭേദമാകുകയും മമ്മിക്ക് അത്യാവശ്യം മമ്മിയുടെ കാര്യങ്ങളും അടുക്കളയിൽ കുറച്ച് പണികൾ ചെയ്യാൻ പാകത്തിന് ഈശോ അത്ര പെട്ടെന്ന് സുഖപ്പെടുത്തി. അത് ഉറപ്പായിട്ടും അത് ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതെൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മഹത്വം ശക്തിയും വെളിപ്പെടുത്തിയ ഒരു അനുഭവമായിട്ട് ഞാൻ നന്ദി പറയുകയും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ,
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് മരണസമേതം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കാനുള്ള അനുഗ്രഹത്താൽ നാം നിറയട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.